ഹലോ, ഹായ്. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ്. ഞങ്ങളൊരു യാത്ര പോവാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് അടുത്ത് തന്നെയാണ്, ഒരു അമ്പലത്തിലേക്കാണ് പോണത്. മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്ന് എന്ന സ്ഥലത്ത് നിറങ്കൈതക്കോട്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊരു മലയുടെ മുകളിലായിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇത് 1500 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ്. പിന്നെ പണ്ടുണ്ടായിരുന്ന സാമൂതിരി ഭരിച്ചിരുന്ന കാലത്തൊക്കെ ഉള്ള ഭാഗങ്ങളാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇത്. പിന്നെ അത് 2 അമ്പലമുണ്ട്. ഒന്ന് മുകളിൽ ഭഗവതിയും മേലെ കോട്ടയിൽ ഭഗവതി, താഴത്തെ കോട്ടയിൽ അയ്യപ്പനും ആണ് ഉള്ളത്. നമ്മൾക്ക് താഴത്തെ കോട്ടയിൽ നിന്ന് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് മുകളിലേക്ക് കയറി വരാം. അതല്ല, ഇപ്പോൾ റോഡായപ്പോൾ ഇത് കൂടെ ഇങ്ങനെ വന്ന് റോഡായപ്പോൾ ഭഗവതീൻ്റെ അവിടെ തൊഴുതിട്ട് താഴത്തെ കോട്ടയിൽ അയ്യപ്പ ക്ഷേത്രത്തിലും പോയി തൊഴാം. ഇവിടെ ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. വഴിപാട് കൗണ്ടറൊക്കെ അവിടെ ഷീട്ടാക്കാം നമുക്ക്. ഇവിടെ പ്രത്യേക പുഷ്പാഞ്ജലി അതൊക്കെയാണ് വഴിപാട്. പിന്നെ ഗുരുതി, ഇവിടുത്തെ പ്രധാന വഴിപാട് ഗുരുതിയാണ് നടത്തുകയാണ്. അങ്ങനെ ഇങ്ങനെ ചുറ്റിയിട്ട് വേണം അങ്ങോട്ട് അമ്പലത്തേക്ക് കയറാൻ. പിന്നെ ഇതിൻ്റെ ഇവിടെ ഇപ്പുറത്ത് തന്നെ ഒരു ഗണപതിൻ്റെ അമ്പലമുണ്ട്. അത് പണ്ടൊക്കെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എന്തൊക്കെയോ പ്രശ്നം വെച്ചിട്ടും ഇതായിട്ടൊക്കെ അതിനെ ഇങ്ങോട്ട് ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ ഇങ്ങോട്ട് മാറ്റിയിട്ട്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ അമ്പലം പണിതതൊക്കെ. അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് തൊഴാം. പിന്നെ ഇവിടെ നിന്ന് ഇവിടെയാണ് ഈ ഗുരുതി നടക്കാറ്. എല്ലാ ദിവസവും അവിടെ ഗുരുതി ഉണ്ടാവും. അത് വൈകുന്നേരങ്ങളിലാണ് നടക്കുക. ഇവിടെ മുട്ട ഇറക്കൽ വഴിപാട് കാടാമ്പുഴ ക്ഷേത്രത്തിലെ പോലെ തന്നെയാണ്. മുട്ട ഇറക്കാനൊക്കെ ഒരുപാടുണ്ടാവും. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. പ്രസാദം നമുക്ക് ഇവിടെ നിന്നാണ് ലഭിക്കുക. അവിടെയും ക്യൂ ആയിരുന്നു, നല്ല തിരക്കായിരുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ അങ്ങനെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമുക്കിങ്ങനെ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം താഴത്തേക്ക് പോവാൻ. ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ കടലുണ്ടിപ്പുഴ കാണാം, അറബിക്കടലുണ്ട്, ഒക്കെ കാണാൻ പറ്റും. മലേൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തേക്ക് നല്ല വൈബാണ്. നല്ല രസമായിട്ട് ഉള്ള ഒരു അമ്പലമാണ്. നമുക്കവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇതാണ്. അവിടെ ആലിൻ്റെ ചുവട്ടിൽ, ആൽമരത്തിലും അവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോണതൊന്നും അറിയില്ല. വെയിലാണെങ്കിലും നല്ല ഒരു ഇതാണ്, സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക. നമുക്ക് വെയിലൊന്നും അത്രയ്ക്ക് എഫക്റ്റ് ചെയ്യൊന്നുമില്ല. വൈകുന്നേരങ്ങളിലാണെങ്കിൽ അതിനേക്കാളും നല്ല സുഖമാണ്, കാറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങാം, ഉള്ളിൽ കയറി തൊഴാൻ പറ്റും. അങ്ങനെ ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പുഴയാണ്, കടലുണ്ടിപ്പുഴ കാണാം. അപ്പുറത്ത് അറബിക്കടലാണ്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ സിറ്റികളൊക്കെ കാണാൻ പറ്റും. കോഴിക്കോട് ഫറൂഖ് ഭാഗമൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. പണ്ടൊക്കെ നമുക്ക് താഴേക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പം മഴ പെയ്ത് ആകെ കാടൊക്കെ ആയത് കാരണം ഒന്നും പറ്റില്ല. ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ താലപ്പൊലി ആവുന്ന സമയമാകുമ്പം ഒക്കെ വൃത്തിയാക്കും. താലപ്പൊലി മാർച്ചിലുണ്ടാവുക. ഭയങ്കരമാണ് താലപ്പൊലി മഹോത്സവം. അവിടെ വെടിക്കെട്ടിനാണ് അവിടെ പ്രധാനം. വെടിക്കെട്ട് കാണാൻ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വരും. ഇങ്ങനെയാണ് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുക. ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ വന്നത് കാരണം പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോകണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം അയ്യപ്പ ക്ഷേത്രത്തിൽ തൊഴുതിട്ടാണ് നമ്മൾ മുകളിൽ ഭഗവതീനെ തൊഴാൻ വേണ്ടി മേക്കോട്ടയിലേക്ക് വരിക.
അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. താഴത്തുനിന്ന് തൊഴുതിട്ട് മുകളിലേക്ക് വരുന്നവരും ഉണ്ട്, മുകളിൽ നിന്ന് തൊഴുതിട്ട് താഴത്തേക്ക് വരുന്നവരും ഉണ്ട്. ഇതിവിടെ അയ്യപ്പനും ഉണ്ട്, ശിവനും പാർവതിയും ഉണ്ട്. അവിടെ അയ്യപ്പനും ഉണ്ട്, ശിവനും പാർവതിയും ഉണ്ടെങ്കിലും അവിടെ ശ്രീരാമൻ്റെ ഒരു സാന്നിധ്യം ഉള്ളതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണത്രേ അവിടെ ഒരുപാട് വാനരന്മാരെയാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഇന്ന് ചെന്നപ്പം ഒന്നിനെ പോലും കണ്ടില്ല. അതാണ് അവിടെ ഒരുപാടുണ്ടാവും. നമ്മളെ കയ്യിൽ വല്ല കവറുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിടിച്ച് പറിച്ച് കൊണ്ടുപോകും. പക്ഷെ ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു അമ്പലക്കുളമൊക്കെ ഉണ്ട്. ഇതാണ് അയ്യപ്പ ക്ഷേത്രം. പിന്നെ ആ കുളത്തിൽ അങ്ങനെ കുളിക്കാനും ഒന്നും പറ്റില്ല. നമുക്കൊന്ന് ശുദ്ധി വരുത്തി അമ്പലത്തിലേക്ക് കയറാൻ, ജസ്റ്റ് കാല് കഴുകുക അങ്ങനെയൊക്കെ പറ്റൂ, കുളിക്കാനൊന്നും പറ്റില്ല പറഞ്ഞു. പിന്നെ നമുക്ക് ഇതിന് കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പത്തായപ്പുര ഉണ്ട്. അവിടെയാണ് നമുക്ക് ഈ ഉത്സവത്തോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾ മുന്നേ ആയിട്ട് പാട്ടുത്സവമൊക്കെ നടക്കും. അവിടെ ഭക്ഷണം കഴിക്കാനുള്ളതും ഒക്കെ ആയിട്ടുള്ളതാണ്. അതാണ് പത്തായപ്പുര. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇവിടുന്ന് തൊഴാം. പിന്നെ ഇതാണ് പത്തായപ്പുര പറഞ്ഞത് ഞാൻ. ഇവിടെയാണ് പാട്ടുത്സവമൊക്കെ നടക്കുക. ഇതിൻ്റെ താഴെ തന്നെ വഴിപാട് നമുക്ക് ഇവിടുന്നും ചീട്ടാക്കാൻ പറ്റും. അങ്ങനെ പണ്ടൊക്കെ നമ്മൾ കയറി വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കയറി ബസ്സിനൊക്കെ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കയറി വരും. കല്യാണ മണ്ഡപമൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഈ സ്റ്റെപ്പുകൾ കയറി വന്ന് ആദ്യം അയ്യപ്പ ക്ഷേത്രത്തിൽ തൊഴുത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മേലെ കോട്ടയിലേക്ക് പോവുക, ഭഗവതീൻ്റെ അവിടേക്ക് പോവുക. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ ഇതേപോലെ തൊഴുത് ഇറങ്ങി. ഇനി ഞങ്ങൾ മുകളിലേക്ക് കയറിയിട്ട് വേണം, ഞങ്ങൾ വണ്ടിയൊക്കെ മുകളിലാണ് പാർക്ക് ചെയ്തതൊക്കെ, അവിടേക്ക് കയറി പോവുക ചെയ്യാൻ. ഇവിടെയൊക്കെ നിറയെ കുരങ്ങന്മാരെ കാണാൻ പറ്റാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല. കൊറോണ ആയതിൻ്റെ ശേഷമൊക്കെ കുറവാണ്. ഇപ്പം കൂടുതൽ ഒന്നും അങ്ങനെ കാണാറില്ല. ഒക്കെ പോയിട്ടുണ്ടാവുമായിരിക്കും വേറെ എവിടേക്കെങ്കിലുമൊക്കെ. ഇനിയിപ്പം നമുക്ക് ഈ സ്റ്റെപ്പുകളൊക്കെ കയറി വീണ്ടും നമുക്ക് മുകളിലേക്ക് കയറി പോകണം. ഇവിടെയൊക്കെ ഒരുപാട് കുരങ്ങന്മാരെ കാണാൻ പറ്റാറുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് നമുക്ക് വെടിക്കെട്ടൊക്കെ, ഉത്സവത്തിൻ്റെ സമയത്ത് വെടിക്കെട്ടൊക്കെ നടത്താറ്. അങ്ങനെ ഞങ്ങൾ പിന്നെ മുകളിലേക്ക് കയറി. ഇതിൻ്റെ സൈഡിലായിരുന്നു ഞങ്ങൾ പാർക്ക് ചെയ്തിരുന്നു കാറ്. അവിടുന്ന് പിന്നെ കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്ക് തന്നെ ഒരുപാട് നേരം ആയിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ്, കണ്ടില്ലേ. നല്ല ഒരു രസമായിട്ടുള്ള ഒരു അമ്പലമാണ്. ഒരു മലേൻ്റെ മുകളിലായിട്ടാണ് ഉള്ളത്. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.